എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ ഡിലീറ്റ് ആകുമോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ളത് നമ്മളിൽ പലരുടെയും സംശയമായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പറയാം, എല്ലാ കോപ്പിറൈറ്റ് ഇഷ്യൂസും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് ചാനലിൽ നിന്ന് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ആണ് വരുന്നതെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് വരുന്നത് പല രീതിയിലായിരിക്കാം. കോപ്പിറൈറ്റ് ക്ലെയിംസ് വരുന്നത് പല രീതിയിലായിരിക്കാം. ചിലർ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലർക്ക് കോപ്പിറൈറ്റ് വരാം. അപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് വരുമ്പോൾ ഉള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ ഉള്ള ചാൻസ് ഉണ്ടാവില്ല. നമ്മുടെ മോണിറ്റൈസേഷൻ ആ പർട്ടിക്കുലർ വീഡിയോയ്ക്ക് ഡിസേബിൾ ആക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അവരെ കോപ്പിറൈറ്റ് ക്ലെയിമിൽ കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ പിന്നുള്ള ചില വീഡിയോസ് ചില കൺട്രീസിൽ മാത്രം ബ്ലോക്ക്ഡ് ആയിട്ട് കാണിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലും നമുക്ക് കോപ്പിറൈറ്റ് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്കത് എങ്ങനെ മാറ്റാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ സഹിതം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് യൂട്യൂബ് ഡെസ്ക്ടോപ്പ് ലോഗിൻ കൊടുക്കാം. അവിടെ ഞാനിത് ഓൾറെഡി എപ്പോഴും കയറുന്നതുകൊണ്ടാണ് ആ താഴെ എനിക്ക് സ്റ്റുഡിയോ വന്ന് കിടക്കുന്നത്. അപ്പോൾ YT സ്റ്റുഡിയോയിൽ നമ്മൾ കയറിയിട്ട് കോപ്പിറൈറ്റ് ആ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവിടെ നമ്മൾ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ വീഡിയോസിനാണ് നമുക്ക് കോപ്പിറൈറ്റ് ഉള്ളത് അതവിടെ കാണിക്കും. ഇനി നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതവിടെ കാണിക്കത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. അപ്പോൾ ഇങ്ങനെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എനിക്ക് വന്നിരിക്കുന്നത് ദ കോപ്പിറൈറ്റ് ക്ലെയിം ഓൺ യുവർ വീഡിയോ ഡോണ്ട് അഫക്റ്റ് യുവർ ചാനൽ, ദിസ് ഇസ് നോട്ട് എ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഇതൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല. ഈ വന്നിരിക്കുന്ന ക്ലെയിം എൻ്റെ വീഡിയോനെ അഫക്റ്റ് ചെയ്യത്തുമില്ല, എൻ്റെ ചാനലിനെ അഫക്റ്റ് ചെയ്യത്തുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അടുത്തതായിട്ട് ഷോർട്സിൽ പോയി നോക്കുമ്പോൾ ഷോർട്സിലും ഇതുപോലെ തന്നെ കാണാം. അപ്പം ഷോർട്സിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് ചില കൺട്രീസിൽ ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചില കൺട്രീസിൽ ഇത് അലൗഡ് അല്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ പ്രശ്നം ആ സോങ് ആണ്. അപ്പം നമുക്കത് ടേക്ക് ആക്ഷൻ എടുക്കുമ്പോൾ ഇറേസ് സോങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഇറേസ് സോങ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് ആ ചാനലിൽ നിന്ന് ക്ലെയിം മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പ്രകാരം ഉള്ള പോളിസി നോക്കാതെയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ അത് 3 തവണയിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മളുടെ ചാനൽ ഡിലീറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും വലിയൊരു വിഷമമായിരിക്കും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ പല വീഡിയോസ് ചെയ്ത് നമ്മൾ ആ ഒരു ചാനൽ അത്രയും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ തന്നെ പല കഷ്ടപ്പാടും എടുത്തിട്ടാണ്. ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് പലരും ഓരോ വീഡിയോസ് എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. അത്ര പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നതും. അപ്പോൾ ആ ഒരു ചാനൽ നമ്മളുടെ ഡിലീറ്റായി പോവുക എന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 1 വീക്കൊക്കെ എടുത്തിട്ടായിരിക്കും യൂട്യൂബ് നമ്മളെ അറിയിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കോപ്പിറൈറ്റ് വന്ന ആ ഒരു ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻസും യൂട്യൂബ് തരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.